എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജയൻ്റെ രണ്ടാം മോഷണം. നിലവിൽ 20 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 20-ാം ദിവസമായി നല്ല ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 90 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആകെ 20 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 52 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 19 ദിവസം കൊണ്ട് 85 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് നേടിയ സിനിമ ഇന്നലത്തെ കളക്ഷനോടുകൂടി ചിത്രം 20 ദിവസം കൊണ്ട് 87 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 20-ാം ദിവസമായി നല്ല ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആകെ 20 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 37 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 20-ാം ദിവസമായി നല്ല ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1 കോടി രൂപ ഗ്രോസ് നേടിയ സിനിമ ചിത്രത്തിന്റെ ആകെ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 67 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ജൂനിയർ NTRന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദേവര പാർട്ട് 1. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ദേവര എന്ന സിനിമ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 250 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. 5-ാം ദിവസമായി നല്ല ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 70 ലക്ഷത്തിലേക്കും അതേസമയം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 60 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിലെ ഷെയർ അനുസരിച്ച് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ചിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി നല്ല ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 270 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ദേവര എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ബ്രേക്ക് ഇവൻ ആകണമെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 360 കോടി രൂപയെങ്കിലും നേടേണ്ടതാണ്. നിലവിൽ ആ ഒരു കളക്ഷനിലേക്ക് ചിത്രം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ കാർത്തി, അരവിന്ദ് സ്വാമി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ഫാമിലി ഫീൽ ഗുഡ് സിനിമയാണല്ലോ മെയ്യഴകൻ. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മെയ്യഴകൻ എന്ന സിനിമ 5-ാം ദിവസമായി നല്ല ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആകെ 5 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും 11 കോടി രൂപ ഗ്രോസ് നേടിയ സിനിമ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 26 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.